നിൽക്കുന്നത് മംഗളാവനം ഫോറസ്റ്റിലാണ്. മംഗളാവനം ഫോറസ്റ്റിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് എന്റെ കൂടെ കസിനുണ്ട്. കസിനായിരിക്കും കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് കാണാം. ഹായ്, ഞാനാണിപ്പോ കസിൻ. അപ്പൊ നമുക്ക് എല്ലാവർക്കും മംഗലാവനം കാണാം. ബാ. അപ്പൊ സിഗരറ്റ് ഒക്കെ വലിക്കണവരുണ്ടെങ്കിൽ വേണ്ടട്ടാ, ഇവിടെ അതൊന്നും പാടില്ല. ഇതാണ് മംഗലാവനം. ഞാന് ഫസ്റ്റ് ടൈമിലാണ് ഇവിടെ കാണുന്നത്. എൻട്രി ഫീസ് എന്ന് പറഞ്ഞാണ് 10 രൂപയാണ് വരുന്നത്. നമുക്കിനി ഉള്ളിലുള്ള എല്ലാ കാഴ്ചകളും കണ്ടിട്ട് തിരിച്ചുവരാം. എന്നൊരു വനത്തിൽ നമ്മൾ എത്തിയിട്ട് ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടതായി കണ്ടുമുട്ടിയത് ഇതാണ്. ചൂരല് കൊണ്ടാണ് ഈ ആനയെ നിർമ്മിച്ചേക്കുന്നത്. അപ്പൊ വെള്ളം എന്നൊരു സംഭവം നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. അപ്പൊ നമുക്ക് വെള്ളം കുടിക്കാട്ടോ ഇവിടെ. മംഗലാവനം എന്നൊരു സ്ഥലത്താണ് കേട്ടാ. ഇതാണ് നമ്മുടെ ബുദ്ധൻ. ഇനി വാ നോക്കുക. ഉപ്പട്ടി, പ്രാന്തൻ കണ്ടൽ, കുറ്റിക്കണ്ടൽ, ചുള്ളിക്കണ്ടൽ, പൂക്കണ്ടൽ, പേനക്കണ്ടൽ, ഇതൊക്കെ ഇവിടെ ചുറ്റി നടന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് പോര്. നമ്മൾ തുടക്കമായിട്ടുള്ളോട്ടാ. അപ്പൊ വന്ന് കുറച്ചേരം ഇങ്ങനെ ഇരുന്ന് നമുക്ക് റെസ്റ്റ് ഒക്കെ എടുത്ത് വേണമെന്ന് വെച്ചാൽ പോവാം. അപ്പൊ കാണുന്നത് കണ്ടില്ലേ, ഫുൾ കാടാണ്. കണ്ടൽക്കാട് പോലത്തെ ചെറിയ ചെറിയ കാടുകളാണ് കാണുന്നത്. അങ്ങോട്ട് ഇറങ്ങാൻ പാടണോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും വീണ്ടും നടന്ന് കാണാം. ബാ. ആനയുണ്ട്, പുലിയുണ്ട്, മാങ്ങത്തൊലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നെ കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. പക്ഷെ ചെറിയൊരു കാട് മാത്രം, നമ്മുടെ വീടിന്റെ പറമ്പൊക്കെ പോലെയുള്ള ചെറിയ ചെറിയ കാടുകള്. നല്ലൊരു മരം കണ്ട് അതിന്റെ മുകളിലേക്ക് ഒന്ന് കേറാം. ഗൈസ്, നമ്മളിപ്പോ ഇതിന്റെ മുകളിലേക്ക് കേറാൻ പോകണ്ടാ. അപ്പൊ ഗൈസ്, കഷ്ടപ്പെട്ട് നമ്മളിതാ മരത്തിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കേറി. ഇവിടെ പക്ഷികളൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ചെറിയ ചെറിയ കാടുകള്. ഇപ്പൊ നമ്മുടെ തിരക്കിനിടയിലൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കണം എന്ന് വെച്ചാൽ ഇതുപോലത്തെ കാട്ടിലൊക്കെ അങ്ങോട്ട് വന്ന് സുഖമായി ഇരിക്കുക. ഇങ്ങനെ ഞാൻ നോക്കിട്ട് പക്ഷികളൊന്നും കാണാനില്ല കേട്ടാ. തപ്പി കുറെ വവ്വാലുകളുണ്ട്. നമ്മുടെ ഗുണാക്കേവില് വവ്വാലുകളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, അതുപോലെ കുറെ വവ്വാലുകൾ ഇങ്ങനെ മേലെ നോക്കി കാണാൻ പറ്റും. അതേ ചെറിയ ചെറിയ വവ്വാലുകളൊക്കെ കണ്ട ഇങ്ങനെ കണ്ട തൂങ്ങിക്കിടക്കണ. സൂം ചെയ്താലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ട വവ്വാലുകളൊക്കെ. അപ്പൊ ഞാൻ കേറി വന്നപ്പോ ഒരുപാട് പ്രതീക്ഷയോടെ ഉണ്ടാ വന്നത്. കുറെ പക്ഷികളൊക്കെ ഉണ്ടാവും, നല്ല നല്ല പക്ഷികളെ കാണാൻ പറ്റുന്നു. പക്ഷെ ചെറിയ ചെറിയ കാടുകള്. നമുക്ക് കുറച്ചു നേരം ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് ഇവിടെ വന്നിരിക്കുക. ഇവിടെ വന്നിട്ട് ആകെ കണ്ടിട്ടുള്ളത് ചെറിയ ചെറിയ കാടുകള്. പിന്നെ പ്രത്യേകിച്ച് പക്ഷികളൊന്നും നമ്മൾ കണ്ടില്ല. ഇവിടെ ഫുൾ അരിച്ച് വറക്കി. പിന്നെ ആകെ കണ്ട ഈ കൊരങ്ങനെയും പിന്നെ ഇത് ഈ മാക്കാച്ചി തവളേനെയും. പിന്നെ കുഴപ്പമൊന്നുമില്ല സ്ഥലം എന്ന് പറയണെങ്കിൽ. പിന്നെ ആരും ഇതുപോലുള്ള ചെളിക്കുണ്ടുകളിലേക്ക് ഒന്നും ഇറങ്ങരുത്. കണ്ടൽക്കാട് പോലത്തെ ഒരു ചെറിയ കാടാണിത്. അപ്പൊ അതിലേക്ക് എവിടെയാണ് നമ്മുടെ എന്താ പറയാ താഴ്ചയുള്ളതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലത്തെ ചെളിക്കുണ്ടാണത്. അപ്പൊ ആരും അതിലേക്കൊന്നും ഇറങ്ങാൻ പാടില്ല. ഇനി നമുക്ക് മുന്നോട്ട് നടക്കാം. വരുമ്പോ തന്നെ കാണാൻ പറ്റണ ഒരു അയർമാടം. പക്ഷെ അതിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. ഇവിടെ കണ്ടില്ലേ പൂട്ടി വെച്ചേക്കാം. അല്ലെങ്കിൽ നമുക്ക് കയറായിരുന്നു. ഇവിടെ ചെറിയ ആർട്ടൊക്കെ നമുക്ക് കാണാം. നേരത്തെ ഒരു മാക്കാച്ചി തവളേനെ കണ്ടില്ലേ, അതുപോലെ തന്നെ ഇവിടെ കൊക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാടത്ത് കൊക്കൊക്കെ ഇരിക്കണ പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പോയാലും ഇവ ഉണ്ടാവും. ഇവിടെ നമുക്ക് കയറാനായിട്ട് അനുവാദം ഇല്ല. പക്ഷെ നമ്മള് ഇതൊന്ന് കാണിക്കാനായിട്ടാണ് ഇവിടം വരെ കയറിയിരിക്കുന്നത്. പിന്നെ ഓരോ നാളുകാർക്കും വരുന്ന അവരുടെ വൃക്ഷങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ തിരുവോണം, അവിട്ടം, ചതയം, ഉത്രട്ടാതി അങ്ങനെയുള്ള നാളുകാർക്കൊക്കെ ഏതൊക്കെയാണ് വനങ്ങൾ ഉള്ളതെന്നാണ് കാണിക്കുന്നത്. നമ്മള് കണ്ടില്ല. ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്കൊരു വേറൊരു സ്ഥലം കൂടി തേടി പോവാം.